നമസ്കാരം. ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട 3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 3.71% ഉയർന്ന് 1174 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.52 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 76.36, ഡിവിഡൻഡ് ഈൽഡ് 0.14%. 52 വീക്ക് ഹൈ 1178, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 9% റിട്ടേൺ ആണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് നൽകിയത്. ഇന്ത്യയിലെ പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി കമ്പനിയായ VBL, സൗത്ത് ആഫ്രിക്കയിലെ തന്നെ പെപ്സിക്കോയുടെ മറ്റൊരു ഫ്രാഞ്ചൈസി കമ്പനിയായ ദ ബിവറേജ് കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ ബെവ്കോ എന്ന കമ്പനിയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ബെവ്കോയെ VBL 1320 കോടി രൂപയ്ക്കായിരിക്കും ഏറ്റെടുക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക. സൗത്ത് ആഫ്രിക്കയിൽ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി റൈറ്റുള്ള കമ്പനിക്ക് ലെസത്തോ, ഇസ്താവാനി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഫ്രാഞ്ചൈസി റൈറ്റ് ഉണ്ട്. കൂടാതെ നമീബിയ, ബോട്സ്വാന തുടങ്ങിയ രാജ്യങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സുമുണ്ട്. ബെവ്കോ എന്ന കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ 1590 കോടി രൂപയാണ്. സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും അതിവേഗം വളരുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റാണ്. ഇവിടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഉയരുന്നതാണ് ബെവ്കോ അല്ലെങ്കിൽ VBL പോലുള്ള കമ്പനികളെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന അർബനൈസേഷനും സോഫ്റ്റ് ഡ്രിങ്കുകളുടെ സെയിൽസിലുണ്ടായ വർധനവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി പെപ്സിക്കോയുടെ ഉടമസ്ഥതയിലായതിനു ശേഷം ബെവ്കോ 7up, മിരിൻഡ, മൗണ്ടൻ ഡ്യൂ, പെപ്സി ലൈറ്റ്, പെപ്സി മാക്സ് തുടങ്ങിയ പ്രൊഡക്റ്റുകളും സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിലെത്തിക്കും. ഇതുകൂടാതെ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റേതായ പ്രൊഡക്റ്റുകളും സെൽ ചെയ്യുന്നുണ്ട്. സ്റ്റിംഗ് പോലുള്ള പ്രൊഡക്റ്റുകളും സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ ഫ്യൂച്ചർ ടൈംസിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. VBL ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തെയും ഏറ്റവും വലിയ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി കമ്പനിയാണ്. കമ്പനിക്ക് ഇന്ത്യ കൂടാതെ നേപ്പാൾ, ശ്രീലങ്ക, മൊറോക്കോ, സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലും ഫ്രാഞ്ചൈസി റൈറ്റ് ഉണ്ട്. എന്നിരുന്നാലും 80%ഓളം റവന്യൂ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നു. 13,000 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1171 അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതേസമയം വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ ഫോളോ ചെയ്യുകയും അതിനുശേഷം 15 മുതൽ 20%ഓളം കറക്ഷനിൽ ഇൻവെസ്റ്റേഴ്സിന് പൊസിഷൻ എടുക്കാൻ അവസരം നൽകുന്നതുമായ സ്റ്റോക്കാണ്. അതുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സ്റ്റോക്ക് 10 മുതൽ 20% കറക്റ്റ് ആകുമ്പോൾ നമുക്ക് പൊസിഷൻ എടുക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഏതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഏതർ ഇൻഡസ്ട്രീസ് 1.17% ഉയർന്ന് 920 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 1209, 52 വീക്ക് ലോ 778. ഒരാഴ്ച കൊണ്ട് 16% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഏതർ ഇൻഡസ്ട്രീസ്. ഏതർ ഇൻഡസ്ട്രീസിൻ്റെ ഗുജറാത്തിലെ കെമിക്കൽ പ്ലാന്റിൽ റീസെൻ്റ്ലി ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് ഇടിയുകയും എന്നാൽ 52 വീക്ക് ലോയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മികച്ച റിക്കവറി സ്റ്റോക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. ഏതർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയും ഏതർ ഇൻഡസ്ട്രീസും തമ്മിൽ ഇലക്ട്രോലൈറ്റ് അഡിറ്റീവ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇത് ഏതർ ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ടെസ്ല എന്ന കമ്പനി ഗ്ലോബലി ലിഥിയം അയോൺ ബാറ്ററി നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ ലിഥിയം അയോൺ ബാറ്ററിക്ക് ആവശ്യമായ ഇലക്ട്രോലൈറ്റ് അഡിറ്റീവുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ ആയിരിക്കാം ഏതർ ഇൻഡസ്ട്രീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഏതർ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ വെനിലിൻ കാർബണേറ്റ്, ഫ്ലൂറോ എത്തിലീൻ കാർബണേറ്റ് പോലുള്ള ഇലക്ട്രോലൈറ്റ് അഡിറ്റീവ്സുകളുണ്ട്. ഇത് ഏതർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ പെർഫോമൻസ് വരും സമയങ്ങളിൽ ഉയരുന്നതിന് പിന്നിലെ കാരണമായി മാറിയേക്കാം. ആൾറെഡി ഒട്ടുമിക്ക കമ്പനികളും ഡീകാർബണൈസേഷനിലും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ എനർജി പ്രാക്ടീസിലേക്കുമൊക്കെ മാറുകയാണ്. ഈ സമയത്ത് ഈ സെക്ടറിൽ അനുകൂലമായ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രി സ്റ്റോക്കുകൾക്ക് വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധിക്കും. പ്രത്യേകിച്ചും കാർബൺ ന്യൂട്രൽ കെമിസ്ട്രി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾ. അതുകൊണ്ട് ഏതർ ഇൻഡസ്ട്രീസ്, ക്ലീൻ സയൻസ് പോലുള്ള കമ്പനികൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ മികച്ച പെർഫോമൻസ് നടത്തിയേക്കാം. ഏതർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 800 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിരുന്നു. 800-ൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന് 925 എത്തിയിട്ടുണ്ട്. അതേസമയം ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭ്യമാണ്. കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഒന്ന് പഠിച്ചതിന് ശേഷം പൊസിഷൻ എടുക്കാവുന്നതാണ്. ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഇൻവെസ്റ്റർ ആണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് 800-നടുത്ത് എത്തുമ്പോഴോ പൊസിഷൻ എടുക്കാം. മൂന്നാമത്തെ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്.
ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആവുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. കെയ്ൻസ് കഴിഞ്ഞ ദിവസം 6.2% ഉയർന്ന് 2764 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 119. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 13% റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിൽ 270% റിട്ടേൺ നൽകി. ഓൾ ടൈമിൽ സ്റ്റോക്ക് ഏകദേശം 270%-നടുത്ത് റിട്ടേണാണ് നൽകിയത്. കെയ്ൻസ് ടെക്നോളജി കഴിഞ്ഞ ദിവസം QIP പ്രഖ്യാപിച്ചിരുന്നു. 1400 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് QIP വഴി നടത്തിയത്. ഈ QIPയിൽ സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെൽ ചെയ്തത്. അതായത് 6% ഡിസ്കൗണ്ടിൽ 2449 രൂപയ്ക്ക് അടുത്തായിട്ടാണ് കെയ്ൻസ് ടെക്നോളജി കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് സെൽ ചെയ്തത്. അതിനുശേഷം കെയ്ൻസ് ടെക്നോളജി അമേരിക്കയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് കമ്പനിയായ ഡിജികോം ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി അപ്രൂവൽ നൽകുകയും ചെയ്തു. ഇവിടെ $2.5 മില്യൺ രൂപ മുടക്കിയാണ് കെയ്ൻസ് എന്ന കമ്പനി ഡിജികോം ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നത്. ഇതുവഴി കെയ്ൻസിന് അമേരിക്കൻ മാർക്കറ്റിലും ബിസിനസ് എക്സ്പാൻഷൻ നടത്താൻ സാധിക്കും. ഡിജികോം എന്ന കമ്പനി 2020 $6.59 മില്യൺ ടേൺ ഓവറും 2021 $6.15 മില്യൺ ടേൺ ഓവറും 2022 $7.78 മില്യൺ ടേൺ ഓവർ നേടിയ കമ്പനിയാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ നടത്തുന്ന അക്വിസിഷനും അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷനും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കെയ്ൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാം. 2750 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വന്നാൽ 3200 പോലുള്ള ടാർഗറ്റുകൾ കെയ്ൻസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്